സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. UPSC തയ്യാറാക്കിയ 3-അംഗ ചുരുക്കപ്പട്ടികയിൽ 2ാം പേരുകാരനായിരുന്നു റവാഡ ചന്ദ്രശേഖർ. ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. നിലവിൽ IBയിൽ സ്പെഷ്യൽ ഡയറക്ടറാണ് റവാഡ ചന്ദ്രശേഖർ. സീനിയോറിറ്റിയും സർവീസ് രേഖകളും IB റിപ്പോർട്ടും പരിഗണിച്ചാണ് UPSC ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. ഇന്ന് വൈകിട്ടാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ 41ാമത്തെ DGPയാണ് റവാഡ ചന്ദ്രശേഖർ. ഇന്ന് ഡൽഹിയിലുള്ള റവാഡ ചന്ദ്രശേഖർ വൈകിട്ടോടെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അറിയുന്നത്. കേന്ദ്ര അനുമതി ലഭിച്ചാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനത്തിൽ തിരിക്കും. ഇല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ റവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്നതും നീളും. 2026 ജൂലൈ അവസാനം വരെയാണ് റവാഡ ചന്ദ്രശേഖറിൻ്റെ സർവീസ് കാലാവധി. 1991 ബാച്ചിലെ ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖർ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ കസേരയിലേക്ക് എത്തുന്നത്. മകൻ സിവിൽ സർവീസുകാരനാകണമെന്നായിരുന്നു കർഷകനായ പിതാവ് റവാഡ വെങ്കട്രാവുവിൻ്റെ ആഗ്രഹം. എന്നാൽ ഡോക്ടറാകാനായിരുന്നു റവാഡ ചന്ദ്രശേഖറിൻ്റെ ആഗ്രഹം. MBBS കിട്ടാത്തതിനാൽ അഗ്രികൾച്ചർ പഠനത്തിലേക്ക് നീങ്ങി. PG കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസിലേക്ക് തിരിഞ്ഞു. 1991 ബാച്ചിൽ IPS കിട്ടി. തലശ്ശേരി ASP ആയിട്ടായിരുന്നു തുടക്കം. പക്ഷേ തുടക്കം കുറച്ച് കഠിനമായിരുന്നു. കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ തുടർന്ന് സസ്പെൻഷനിലായി. പിന്നീട് സർവീസിൽ തിരിച്ചെത്തിയ റവാഡ ചന്ദ്രശേഖർ വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായി പേരെടുത്തു. തിരുവനന്തപുരം സിറ്റി കമ്മീഷണറായിരുന്നു. ഇടയ്ക്ക് UN ഡെപ്യൂട്ടേഷനിൽ പോയി. മടങ്ങിയെത്തിയ ശേഷം SRBയിൽ IG ആയി.